ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ വെളുത്തുള്ളി അച്ചാറാട്ടോ ഗൈസ്. ഇവിടെ മാർക്കറ്റിലൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളി വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അച്ചാർ ഇടാനൊക്കെ ആയിട്ട് നല്ല സുഖമാണ്. നാട്ടിലൊക്കെ നമ്മൾ കുഞ്ഞ് വെളുത്തുള്ളി നന്നാക്കിയിട്ട് അമ്മയൊക്കെ അച്ചാർ ഇടുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നി. അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചെടുക്കണം. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. ഇവിടുത്തെ വെളുത്തുള്ളിയുടെ സൈസ് ഭയങ്കര വലുതാണ് കേട്ടോ. ഓരോ അല്ലി അത്യാവശ്യം വലുപ്പമുണ്ട്. അപ്പോൾ അത് നമ്മൾ നല്ല ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. പിന്നെ അച്ചാറിലേക്ക് വേണ്ടതായിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീഞ്ചട്ടി എടുത്തു. അത് നന്നായി ഓയിൽ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, മുളക് പൊടി ഇട്ട് കൊടുത്തു, പിന്നെ കായംപൊടി, പിന്നെ ഉലുവയും നല്ല ജീരകം കൂടെ ഒന്ന് നന്നായി വറുത്ത് പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഓവർ കുക്കാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലെങ്കിൽ ആ അച്ചാറിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. ഒരു 2-3 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കഴിഞ്ഞ് നമുക്ക് 2 മിനിറ്റോ 3 മിനിറ്റോ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ വളരെ ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.